സ്വാതന്ത്ര്യവും ക്ഷേമവും ആവോളം അനുഭവിച്ച ഇസ്രായേലിയർ അല്ലെങ്കിൽ എബ്രായർ പുതിയൊരു വംശത്തിന്റെ തുടക്കത്തോടുകൂടി അതികഠിനമായ അടിമത്തത്തിനും പീഡനത്തിനും ഇരകളായി. ഫറവോന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ ഭയമായിരുന്നു. ഇസ്രായേലിയരുടെ ജനസംഖ്യ എണ്ണത്തിൽ പെരുകി അത് ഫറവോനെ ഭയപ്പെടുത്തി. അങ്ങനെ ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അത് ഓരോ ഇസ്രായേലി അമ്മമാരുടെയും ഹൃദയമിടിപ്പുകളെ വർദ്ധിപ്പിക്കുന്ന ഒന്നായിരുന്നു. എബ്രായ സ്ത്രീകൾക്ക് ആൺകുഞ്ഞുങ്ങളാണ് ജനിക്കുന്നതെങ്കിൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളവീൻ. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ജീവനോടിരിക്കാൻ ഞാൻ ഇതിനാൽ കൽപ്പിക്കുന്നു. ആരവിടെ? അടിയൻ. ഈ കൽപ്പന ഇപ്പോൾ തന്നെ പ്രാവർത്തികമാക്കേണ്ടതാണ്. എന്നാൽ ഈ സമയം ഒരു ലേവി കുടുംബത്തിൽ പ്രതീക്ഷയുടെ പൊൻകിരണം പിറവിയെടുത്തു. സുന്ദരനായ ഒരു ആൺകുഞ്ഞ്, കണ്ണുകളിൽ പ്രത്യാശ, മുഖത്ത് ദൈവത്തിന്റെ വാഗ്ദാനം. പക്ഷേ ഫറവോന്റെ കൽപ്പനയോർത്ത് ആ ലേവി കുടുംബത്തിലെ പിതാവായ അമ്രാമും മാതാവായ യോഖേബെദും ഏറെ ദുഃഖിച്ചു. എങ്കിലും ആ അമ്മയ്ക്ക് അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിനെ 3 മാസത്തോളം സ്നേഹത്തിന്റെ മൗനത്തിൽ വീട്ടിലൊളിപ്പിച്ചു വന്നു. ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ ഒളിപ്പിക്കാൻ ഇനിയും കഴിയില്ല എന്നായപ്പോൾ സുന്ദരനായ കുഞ്ഞിനെ സംരക്ഷിക്കാനായി ആ അമ്മ ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്തു. ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിൽ കീലും പശയും തേച്ചു കുഞ്ഞിനെ പെട്ടകത്തിൽ കിടത്തി. പിന്നീട് വിശ്വാസത്തിന്റെ ധൈര്യത്തോടെ നദിയിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. നദിക്കരികിൽ അവന്റെ സഹോദരി കുഞ്ഞു മിരിയാം കുറച്ചകലെയായി തന്റെ കുഞ്ഞു സഹോദരന് എന്ത് സംഭവിക്കുന്നു എന്നറിയാനായി മാറി നിന്നു. എന്നാൽ നൈൽ നദിയുടെ തീരത്ത് ഒരു സാധാരണ ദിനം പോലെ ഫറവോന്റെ പുത്രി തന്റെ ദാസിമാരോടൊപ്പം നദിയിൽ കുളിക്കാനായി വന്നു. എന്താണത്? എടുത്തിട്ട് വരൂ. ഇത് അനങ്ങുന്നുണ്ടല്ലോ. കുമാരി, ഒരു കുഞ്ഞ്. നല്ല സുന്ദരനായ കുഞ്ഞ്, എന്ത് ഓമനത്തമുള്ളത്. ഈ കുഞ്ഞ് എങ്ങനെ ഇവിടെ എത്തി? എന്റെ പിതാവിനെ പേടിച്ച് ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീ കൊണ്ടുവച്ചതായിരിക്കും. കുമാരി, നീ എന്ത് ചെയ്യും? കുഞ്ഞ് കരയുന്നുണ്ടല്ലോ. എന്തായാലും ഞാൻ ഈ കുഞ്ഞിനെ എന്റെ മകനായി തന്നെ വളർത്തും. രാജാവ് പറഞ്ഞ എന്ത് ചെയ്യും? എന്ത് വന്നാലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും. കുമാരി, ഇത് കുഞ്ഞിനെ വളർത്താൻ ഏതെങ്കിലും ഒരു സ്ത്രീ അന്വേഷിക്കുക. ഇതെന്റെ കൽപ്പനയാണ്. കുമാരി, ഒരു സ്ത്രീ അന്വേഷിച്ചില്ലേ? ഞാൻ പോയി കൊണ്ടുവരട്ടെ? ആ അതെ, പെട്ടെന്ന് പോയി കൊണ്ടുവരൂ. അമ്മേ, എന്താ മോളെ, എന്ത് പറ്റി? അമ്മ, നമ്മുടെ കുഞ്ഞിനെ രാജകുമാരി കണ്ടു. അയ്യോ എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ എങ്ങനെ ഞാൻ രക്ഷിക്കും? നീ എന്ത് ചെയ്യും? അമ്മ പേടിക്കണ്ട, എന്റെ ഒപ്പം വാ, ഞാൻ കാര്യം കാണിച്ചു തരാം. എന്ത് പറ്റി മോളെ? എന്താ? അതെ, രാജകുമാരി പാലുകിട്ടാൻ വേണ്ടിട്ട് ഒരാളെ അന്വേഷിക്കുന്നു. ആണോ മോളെ? സഹായിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെ അന്വേഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ വിളിച്ചത്. നമുക്കെന്താ വേഗം പോവാം മോളെ. കുമാരി, ഞാൻ പറഞ്ഞില്ലേ സ്ത്രീ, കുമാരി, ഈ കുഞ്ഞിന് പേരിട്ടില്ലല്ലോ. അതെയല്ലോ, ഞാനിവനെ വെള്ളത്തിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് ഇതിന് മോശ എന്ന് പേരിടാം.
നിങ്ങൾ ഈ കുഞ്ഞിനെ എനിക്കായി വളർത്തരുത്. ഞാൻ എത്ര വേണമെങ്കിലും ശമ്പളം തരാം. കുഞ്ഞൊരു ഇവിടെ ബാല്യം കളിയായി ഒഴുകുമ്പോൾ ഓടിക്കളിക്കുന്ന ആ ചെറുചുവടുകൾ അറിയുന്നില്ല അവൻ കൈവയ്ക്കുന്നത് ചരിത്രത്തിന്റെ വഴികളിലേക്കാണെന്നുള്ളത്.